വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആംഫിബിയൻസിലുള്ള കോർട്ടിക്കൽ റൊട്ടേഷനാണ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. Cortical rotation is an important event in the early development of amphibian, especially in frog embryo. It plays a crucial role in establishing the dorsoventral axis and determining the body plan. അതായത് ആംഫിബിയൻസിൻ്റെ കേസിൽ അവരുടെ ഡോർസൽ വെൻട്രൽ ആക്സിസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കോർട്ടിക്കൽ റൊട്ടേഷൻ. ഈ കോർട്ടിക്കൽ റൊട്ടേഷൻ ഒക്കർ ചെയ്യുന്നത് ഒക്കർ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, അതായത് എഗ്ഗിലേക്ക് സ്പേം എൻ്റർ ചെയ്തതിന് ശേഷം ഉടനെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കോർട്ടിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പേം എൻ്റർ ചെയ്യുന്ന ഭാഗമാണ് വെൻട്രൽ സൈഡായിട്ട് മാറുന്നത്. ആ സ്പേം എൻ്റർ ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം, അതായത് അതിന് ഒരു 150 ഡിഗ്രി ഓപ്പോസിറ്റ് ഭാഗമാണ് എന്തായി മാറുന്നത്, ഡോർസൽ സൈഡായിട്ട് മാറുന്നത്. അപ്പോൾ സ്പേം എൻ്റർ ചെയ്യുന്ന ഭാഗം വെൻട്രൽ ഭാഗവും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്തായിട്ട് മാറുന്നത്, അതിൻ്റെ എംബ്രിയോന്റെ ഡോർസൽ സൈഡായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്പേമിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു, സ്പേം എന്ന് പറയുമ്പോൾ സ്പേമിൽ സെൻട്രിയോൾ എന്ന് പറഞ്ഞൊരു മിഡ് പീസിന്റെ ഭാഗത്ത് ആയിട്ടൊക്കെ ഒരു സെൻട്രിയോൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ സെൻട്രിയോൾ ഉള്ളത് കൊണ്ടാണ് എഗ്ഗിന്റെ മൈക്രോട്യൂബിൾസിനെയൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു സെൻട്രിയോൾ എന്ത് ചെയ്യും, മൈക്രോട്യൂബിൾസിന് ഇങ്ങനെ അവരിങ്ങനെ പാരലൽ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഒരു സൈറ്റോപ്ലാസം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സൈറ്റോപ്ലാസം നടുക്ക് ഒരു യോക്കി ഇന്റേണൽ സൈറ്റോപ്ലാസം, പുറമെ കോർട്ടിക്കൽ സൈറ്റോപ്ലാസം ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ പുറമേ കാണുന്ന ഭാഗമാണ് കോർട്ടിക്കൽ സൈറ്റോപ്ലാസം, ഉള്ളിൽ കാണുന്ന ആ ഭാഗമാണ് ഇന്റേണൽ സൈറ്റോപ്ലാസം. അപ്പൊ പുറത്ത് കാണുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു പകുതി ഇങ്ങനെ ബ്ലാക്ക് കളറിലും ബാക്കി പകുതി ഇങ്ങനെ ഒരു ഗ്രേ കളറിലായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഒരു പിഗ്മെന്റഡ് ഏരിയയാണ്, മറ്റേത് നോൺ പിഗ്മെന്റഡ് ആണ്. പിന്നെ നടുക്കുള്ള ആ ഉള്ളിലുള്ള ഫുൾ വട്ടമാണ് ഇന്റേണൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കോർട്ടിക്കൽ സൈറ്റോപ്ലാസം rotate 30 degree with respect to the internal cytoplasm. This region is called gray crescent. അങ്ങനെ ഇവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ കണ്ടോ, ഇവരിങ്ങനെ 30 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗ്രേ ക്രസന്റ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഫോം ചെയ്യും. അവിടെ നിന്നാണ് ഗ്യാസ്ട്രുലേഷൻ തുടങ്ങുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ആ ബ്ലാക്ക് കളറിലെ ഏരിയ നോക്കിയാൽ കാണാം, അത് കുറച്ചിങ്ങിട്ട് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഡോർസൽ ഭാഗത്ത് അവിടെ ഇട്ടാണ് അവിടെ ഒരു ഗ്രേ ക്രസന്റ് ഫോം ചെയ്യുന്നത്. ആ ഒരു ഭാഗത്താണ് ഗ്യാസ്ട്രുലേഷൻ തുടങ്ങുന്നത്. സോ കോർട്ടിക്കൽ റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഇത് മനസ്സിലായില്ലേ. അപ്പൊ കോർട്ടിക്കൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. കോർട്ടിക്കൽ റൊട്ടേഷൻ ടേക്ക് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സ്പേം enters the egg. The outer layer of cytoplasm, സൈറ്റോപ്ലാസത്തിന്റെ ഔട്ടർ ലെയറിനെയാണ് എന്തെന്ന് പറയുന്നത്, കോർട്ടിക്കൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇറ്റ് റൊട്ടേറ്റ് അബൌട്ട് 30 ഡിഗ്രി റിലേറ്റീവ് ടു ദ ഇന്നർ സൈറ്റോപ്ലാസം ആൻഡ് ദിസ് ഈസ് ട്രിഗർഡ് ബൈ ദ സ്പേം എൻട്രി പോയിന്റ്. അത് എപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നപ്പോഴാണ്, സ്പേം എൻ്റർ ചെയ്തതിനു ശേഷമാണ്. ദ റൊട്ടേഷൻ ഇസ് ഡ്രിവൻ ബൈ reorganization of microtubule near the vegetal pole of the egg. The side opposite to where the sperm enter become the future dorsal side of the embryo. അപ്പോൾ സ്പേം എൻ്റർ ചെയ്യുന്ന ഇത് ഭാഗമാണോ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് ഡോർസൽ സൈഡ് ആയിട്ട് മാറുന്നത്, ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് സ്പെമാൻസ് ഓർഗനൈസർ, എ കീ റീജിയൻ ഓഫ് ആക്സിസ് ഫോർമേഷൻ. അപ്പോൾ ആ ഒരു ഭാഗം അവിടെ സ്പെമാൻ ഓർഗനൈസർ ആയിട്ട് മാറുന്നുണ്ട്. വിത്തൗട്ട് പ്രോപ്പർ കോർട്ടിക്കൽ റൊട്ടേഷൻ എംബ്രിയോസ് ഡോർസൽ സ്ട്രക്ചർ ഫെയിൽ ടു ഫോം കറക്റ്റ്ലി. അതായത് കോർട്ടിക്കൽ റൊട്ടേഷൻ നടന്നില്ലെങ്കിൽ എംബ്രിയോന്റെ ഡോർസൽ സ്ട്രക്ചർ ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ദിസ് പ്രോസസ് സെറ്റ് ദ സ്റ്റേജ് ഫോർ ഗ്യാസ്ട്രുലേഷൻ ആൻഡ് ഓവറോൾ പാറ്റേൺ ഓഫ് ദ എംബ്രിയോ. അപ്പൊ ആ ഒരു ഭാഗത്താണ് ഗ്രേ ക്രസന്റ് ഫോം ചെയ്യുന്നതും ഗ്യാസ്ട്രുലേഷൻ നടക്കുന്നതൊക്കെ ഈ ഒരു ഡോർസൽ ഭാഗത്താണ്. ഇതാണ് കോർട്ടിക്കൽ റൊട്ടേഷൻ.